الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده. كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا وإذا فرغت فانصب وإلى ربك فارغب. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജഗന്യന്താവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അവൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടു കൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. അള്ളാഹു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വസ്ഥത, സമാധാനം, മനസ്സമാധാനം എന്നൊക്കെ പറയുന്നത്. അതൊരാൾക്കില്ലാതെയായാൽ ബാക്കി മുഴുവൻ അദ്ദേഹത്തിന് ലഭിച്ചിട്ടും കാര്യമില്ല. ബാക്കിയുള്ള ഒരു അനുഗ്രഹങ്ങളും അനുഭവിക്കാനോ ആസ്വദിക്കാനോ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. അതുകൊണ്ട് മനസ്സമാധാനമെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്ന ഒരു നിഅമത്താണ്, അനുഗ്രഹമാണ്. ഇന്ന് പൊതുവെ സമൂഹത്തിൽ പല ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സമാധാനമാണ്.
സ്വസ്ഥതയാണ്. അത് ലഭ്യമല്ലാത്തത് കൊണ്ട് പലപ്പോഴും ആളുകൾ മറ്റു ഭാഗങ്ങളിലേക്ക്, കൃത്രിമമായി സമാധാനം ലഭിക്കുന്ന വഴികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ തടയാൻ, ഇതിനെ പ്രതിരോധിക്കാൻ മനസ്സമാധാനമുള്ള ജീവിതം മനുഷ്യർക്ക് സാധ്യമാവണം. രണ്ടാമത്തൊരു ഭാഗം, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഡിപ്രഷൻ എന്ന് പറയുന്നു. വിവാഹമോചനങ്ങൾക്ക് പ്രധാനപ്പെട്ടൊരു കാരണം അതാണ്. അതുപോലെ തന്നെ സോഷ്യലായി മനുഷ്യൻ എൻഗേജ് ചെയ്യാൻ അവരെ വിമുഖമാക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. വിവാഹത്തിൽ പോലും 2 വ്യക്തികൾ മാത്രമാണുള്ളത്, കുടുംബങ്ങളൊന്നുമില്ല. ആണും പെണ്ണും എന്നത് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. മനുഷ്യനിങ്ങനെ അവനിലേക്ക് ചുരുങ്ങുമ്പോൾ ഏറ്റവും കുറഞ്ഞു പോകുന്നത് സമാധാനമായിരിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മൾക്ക് ആവശ്യത്തിലധികം ഡാറ്റ നമ്മുടെ തലച്ചോറിൽ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട്. ഒരു 10-15 വയസ്സായ കുട്ടി തന്നെ മുമ്പത്തെ കാലത്തൊരു 10, 40, 50 വയസ്സുള്ള ഒരാൾ കരസ്ഥമാക്കുന്ന ഡാറ്റാസ് അവൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു? സംശീകരിക്കും. ആവശ്യമുള്ളതുണ്ടാവും, ആവശ്യമില്ലാത്തതുണ്ടാവും. കാരണം 1 മണിക്കൂർ നമ്മൾ മൊബൈലിൽ ചിലവഴിച്ചാൽ, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാൽ തന്നെ ഡാറ്റ കയറും. നമ്മളത് കാണണമെന്നൊന്നുമില്ല. അപ്പം ആവശ്യത്തിലധികം ഡാറ്റകൾ ഉണ്ടാകുമ്പോഴും മനുഷ്യന് പിരിമുറുക്കം കൂടുകയാണ് ചെയ്യുക. പിരിമുറുക്കം കൂടുന്ന ആളുകൾ ഒന്നെങ്കിൽ ഡിപ്രഷനിലേക്ക് മെല്ലെ മെല്ലെ പോകുന്നു, അതിനെ കവർ ചെയ്യാൻ വേണ്ടി മറ്റു സംവിധാനങ്ങളിലേക്ക്, ലഹരി പോലെയുള്ള വസ്തുക്കളിലേക്ക് അഭയം തേടുന്നു. അല്ലാഹുവും റസൂലും മനുഷ്യന് മനസ്സമാധാനം ഉണ്ടാകാൻ ചെയ്യാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. വളരെ ഈസിയായ കാര്യങ്ങളാണ്, മനുഷ്യന് പ്രാപ്യമായ ഔഷധങ്ങളാണ്. അപ്പം അത് നമ്മൾ കക്ഷത്ത് വെച്ചിട്ട്, മൊബൈലിൽ തന്നെ അതുണ്ടാവും, അത് വെച്ചിട്ട് നമ്മൾ മറ്റു പല കൃത്രിമമായ സമാധാനം ലഭ്യമാകാനുള്ള മാർഗത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രശ്നങ്ങളൊക്കെ ചേർന്ന് മനസ്സ് തുറന്ന് ഒരു അരമണിക്കൂർ സംസാരിച്ചാൽ ക്ലിയറാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിനൊഴിവില്ല, സമയമില്ല. മാതാപിതാക്കളോട് സംസാരിച്ചിട്ട് ദിവസങ്ങളും മാസങ്ങളുമായ മക്കൾ വീട്ടിലുണ്ടാവുകയാണ്. തിരിച്ചും മക്കളോട് സംസാരിച്ചിട്ട് കാലങ്ങളായ മാതാപിതാക്കൾ വീട്ടിലുണ്ടാവുകയാണ്. ഷെയറിംഗ് ഇല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാമ്പത്യത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യമായി പഠിപ്പിച്ചതാണല്ലോ, നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ കൂടിയാലോചിക്കണം. അപ്പം ഇതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായും പ്രശ്നത്തിലും പ്രയാസത്തിലും അകപ്പെടും. അതിന് ഭൗതികമായി പരിഹാരങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഇതൊരു പരിഹാരമായി കൊള്ളണമെന്നില്ല, പക്ഷെ വിശ്വാസികൾക്ക് ഇതിൽ പരിഹാരമുണ്ട്. അതിലൊന്നാമത്തത് അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക എന്നതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിന് വേണ്ടി ജീവിക്കാനാണ്, ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം അള്ളാഹുവിന് വേണ്ടി നമ്മളെ ജീവിതം ഒഴിഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് കിട്ടുന്നത് ഒരു റാഹത്തുള്ള ജീവിതമാണ്, സന്തോഷമുള്ള ജീവിതമാണ്. അള്ളാഹുവിൻ്റെ പ്രകാശം നമ്മുടെ മനസ്സിലേക്ക് അതുവഴി എത്തുന്നു. അള്ളാഹു എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ മുന്നിൽ നിസ്സാരമാകുന്നു.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് പ്രതിസന്ധിയും പ്രയാസങ്ങളും വന്നാൽ അതിനെ റിക്കവർ ചെയ്യാനുള്ള വഴി അത് തന്നെ അല്ലാഹു എന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരുമെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ല എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയണെന്തുകൊണ്ടല്ല, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ ദുഃഖിക്കണ്ട അബൂബക്കറെ, നമ്മുടെ കൂടെ മൂന്നാമനായി അല്ലാഹു. കല്ല ഇന്ന റബ്ബി മഅി സയഹ്ദി, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, എൻ്റെ കൂടെ അല്ലയാണുള്ളത്, അല്ലൊരു വഴി കാണിച്ചു തരും, പെരുവഴിയിലിട്ട് പോകൂല. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന, എൻ്റെ വഴിയിൽ ആരെങ്കിലും പരിശ്രമിച്ചാൽ അവന് അനേകം ഡോറുകൾ ഞാൻ ഓപ്പൺ ആക്കി കൊടുക്കും. അവനെ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പരിപാടിയല്ല, അള്ളാഹുവിൻ്റെ പരിപാടിയല്ല, അതല്ല ഗ്യാരണ്ടിയാണ്. അപ്പം അള്ളാഹുവിന് വേണ്ടി ഒരാൾ ജീവിച്ചാൽ അയാൾക്ക് മനസ്സമാധാനമുണ്ടാവും. രണ്ടാമത്തത് അള്ളാഹുവിനെ സ്മരിക്കുക, ദിക്റുല്ലാഹ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾ വലിയ ടെൻഷനുള്ളൊരു സമയത്ത് ഏറ്റവും വലിയ ദിക്ർ ഏതാണ്? ഖുർആനാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഈ ദിക്റിനെ ഇറക്കിയത്, നാം അതിനെ സംരക്ഷിക്കും. ദിക്റുകളിൽ ഒരു വിശ്വാസി നിർവഹിക്കുന്ന ദിക്റുകളിൽ ഏറ്റവും വലിയ ദിക്ർ പരിശുദ്ധ ഖുർആനാണ്. നല്ല ടെൻഷനുള്ളൊരു സമയത്ത് നല്ല ഒരു ഖാരിഇന്റെ ഖിറാഅത്ത് ഒരു ഇയർഫോൺ വെച്ച് നിങ്ങൾ ശ്രവിച്ചാൽ മതി. തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയം ശാന്തമാകും. നിങ്ങളെ കോൺസെൻട്രേഷൻ അങ്ങനെ അങ്ങോട്ടാവണം. പലതും കേൾക്കണിടയിൽ കേട്ടാൽ പോരാ ഖുർആൻ. അല്ല, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്റുകൾ മനുഷ്യന് സമാധാനം നൽകും. അള്ളാഹനെ അറിഞ്ഞൊരാൾ വിളിച്ചാൽ അത് തന്നെ അയാളുടെ ഹൃദയത്തിന് ശമനമാണ്. തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയം സ്വസ്ഥമായി മാറും. അപ്പം ദിക്റുകൾ നമ്മുടെ ഹൃദയത്തെ പ്രശാന്തിയുള്ളതാക്കി മാറ്റും. മൂന്നാമത്തെ കാര്യം തഹ്സീലുൽ ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ വിജ്ഞാനം കരസ്ഥമാക്കുക. സമാധാനം ലഭ്യമാവുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ദീന് പഠിക്കാൻ ശ്രമിക്കുക, സതുപദേശങ്ങൾ കേൾക്കുക. നമ്മൾ റീലൊക്കെ നോക്കണിടയിൽ നല്ലൊരു ഉപദേശങ്ങളോ നല്ലൊരു പ്രഭാഷണമൊക്കെ ഉണ്ടായാൽ നമ്മളതിങ്ങനെ ഒറ്റടിക്ക് നീക്കും. ഇനി അഥവാ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ തന്തവൈബ് എന്നാണ് പറയുക. നമുക്കത് ആവശ്യമില്ല, നമ്മൾ റോൾ ചെയ്ത് പോവാണ്. സതുപദേശങ്ങൾ കേൾക്കൽ മനുഷ്യന് മനസ്സിന് ശാന്തി നൽകും. നമ്മൾ വിചാരിക്കുന്നത് ഹാവഭാവങ്ങളിലാണ് നമുക്ക് സമാധാനം എന്നാണ്, കോലം കെട്ടലുകളിലാണ് സമാധാനമെന്നാണ്, കാട്ടിക്കൂട്ടലുകളിലാണ് സമാധാനം എന്ന് നമ്മൾ ധരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള റീലാണ് നോക്കുന്നത്, അതിനനുസരിച്ചുള്ള മ്യൂസിക്കാണ് നോക്കുന്നത്, അതിനനുസരിച്ചുള്ള ഫണ്ണി എൻ്റർടൈൻമെൻറ്റുകളാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ അതൊരു മനുഷ്യൻ്റെ ഹൃദയത്തെ പിടിച്ചു നിർത്താൻ പര്യാപ്തമായൊരു കാര്യമല്ല. അതുകൊണ്ട് ഒരായത്തൊരു ദിവസം പഠിക്കുക, ഒരു ഹദീസ് പഠിക്കുക. നിങ്ങൾ പഠിച്ചു നോക്ക്, അന്നത്തെ ദിവസം റാഹത്തുണ്ടാവും, സന്തോഷമുണ്ടാവും, സമാധാനമുണ്ടാവും. ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ സമാധാനം നിലകൊള്ളുന്നത് അള്ളാഹുവിലും റസൂലിലുമാണ്, അള്ളാഹുവിലും റസൂലിലുമാണ്. അപ്പോൾ ദിക്റുകൾ നമുക്ക് സമാധാനം നൽകുന്നത് പോലെ ഉപകാരപ്രദമായ വിജ്ഞാനങ്ങളും നമുക്ക് സമാധാനം നൽകും. സമാധാനം നൽകാൻ കുറുക്കുവഴികളില്ല. കുറുക്കുവഴികൾ തേടുന്നവരാണ് ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്നൊക്കെ പറഞ്ഞ് കുറുക്കുവഴി തേടിയ മനുഷ്യരാണ്. അവർക്ക് അതിൽ മതവിശ്വാസികളുമുണ്ട്. കാരണം മതം അവർക്കൊരു ആചാരമാണ്. തിന്മയിൽ നിന്ന് അവരെ പിടിച്ചു നിർത്തുന്ന, നോ എന്ന് അസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അവർക്ക് മതം എന്ന് പറയുന്നത്.
ഇല്ല, 10-20 കള്ളുകുടിയന്മാരുടെ ഇടയിൽ പോയാൽ നോ എന്ന് പറയാനുള്ള ധൈര്യമില്ല. അതാണ് വിശ്വാസം. കൂടെ കൂടുന്നതല്ല. ചില സമയത്ത് നോ എന്ന് പറയാനുള്ള ധൈര്യം വിശ്വാസികൾക്ക് ഉണ്ടാവണം. അങ്ങനെ ആകുമ്പോഴേ വിശ്വാസം അയാൾക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റും. ആ വിഷയത്തിലേക്കല്ല പോകും. അപ്പം യഥാർത്ഥത്തിൽ കുറുക്കുവഴികളില്ലാതെ സമാധാനം നേടണമെങ്കിൽ ദീന് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. സതുപദേശങ്ങൾ കേൾക്കണം. അതല്ല, എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ പള്ളിയിലേക്ക് ഓടി വരാറുണ്ട് സഹാബികൾ. നബിയോട് എന്നിട്ട് പറയും, നബിയെ ഉപദേശിക്കൂ എന്നാണ് പറയുക. ഇപ്പൊ വരുന്ന ആളുടെ സ്വഭാവം ആർക്കറിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയും. അപ്പൊ ചില ആളോട് ലാ തഗ്ളബ്, എടുത്തു ചാടരുത്, പ്രഷർ ഉപയോഗിക്കരുത്, ദേഷ്യപ്പെടരുത്. വന്ന ആള് ദേഷ്യമുള്ള ആളായിരുന്നു. നിസ്കാരത്തിൽ അല്പം പിന്നിലായ ഒരാളാണെങ്കിൽ നിസ്കരിക്കൂ എന്ന് പറയും, സുജൂദ് അധികരിപ്പിക്കൂ എന്ന് പറയും. അതൊക്കെ സമാധാനം അവർക്ക്. ഇപ്പൊ സമാധാനം സതുപദേശങ്ങൾക്ക്, ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾക്ക് സമാധാനം നൽകാൻ കഴിയും. അതുപോലെ തന്നെ ആരാധനകൾ സമാധാനം നൽകും. നിസ്കരിക്കാൻ സമയമായാൽ ഇഖാമത്ത് കൊടുക്കാൻ നബി തിരുമേനി പറയെന്താണ്? ഞങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകൂ ബിലാൽ എന്നാണ്. ഇഖാമത്ത് കൊടുക്കൂ എന്നല്ല പറയാം. കാരണം നിസ്കാരം അവർക്കൊരു സമാധാനമാണ്. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലെത്തി 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. ചില സമയത്ത് ഇപ്പം മദീനയിൽ മസ്ജിദ് സുജൂദ് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പ്രത്യേകത എന്താണ്? നബി സുജൂദിൽ വെച്ച് മരണപ്പെട്ടോ എന്ന് ഞങ്ങൾ ആശങ്കിച്ചു പോയി. കാരണം എഴുന്നേൽക്കണില്ല, ദീർഘമായി സുജൂദ് ചെയ്തു. ആ സ്ഥലത്ത് പിന്നീടൊരു പള്ളി ഉണ്ടായി, അതിനാണ് മസ്ജിദ് സുജൂദ് എന്ന് പറയാം. മസ്ജിദ് നബവിൻ്റെ അടുത്തുള്ള പള്ളി. അപ്പൊ ആ ഈ സുജൂദിലും നമസ്കാരത്തിലും വഅ്മുർ അഹ്ലക ബിസ്സലാ, നീ മാത്രം നിസ്കരിച്ചാൽ പോരാ, നിന്റെ കുടുംബത്തോടും നിസ്കരിക്കാൻ കൽപ്പിക്കുക. നബി ഇങ്ങനെ പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഫഖൂമ ഫസല്ലിയ റകഅതൈൻ ഖബ്ലൽ ഫജ്ർ, മരുമകനോടും മകളോടും വാതിലിൽ മുട്ടിയിട്ട് നബി പറയും, നിങ്ങൾ രണ്ടുപേരും എഴുന്നേൽക്കൂ, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് മിസ്സാക്കരുത് കേട്ടോ എന്നാണ്. നിസ്കരിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് പള്ളിയിലേക്ക് പോവുക. നിസ്കരിക്കാൻ തൻ്റെ കുടുംബത്തോട് പറയും. നിസ്കാരം ഒരു വിശ്വാസിയുടെ ധാർമ്മിക ശക്തിയാണ്. നിസ്കാരം മിസ്സായാൽ അയാൾ എന്ത് കണ്ടാലും, നിസ്കാരം അയാൾ തടഞ്ഞാൽ, ഒരാളിൽ വേൾഡ് കപ്പ് കണ്ടു 1:30ക്കും 2:30ക്കും ഒക്കെ എഴുന്നേറ്റിട്ട് കാണാൻ, സുബഹിക്ക് അയാൾ മിസ്സായി പോയാൽ ആ കാണുന്നത് ഹറാമാണ്, നിഷിദ്ധമാണ്. അല്ലെങ്കിൽ ഒരു കളി കാണുന്ന തെറ്റൊന്നുമല്ലേ, പക്ഷെ അത് ഹറാമായി മാറും എപ്പോ? അത് കാരണം അയാൾ സുബഹിക്ക് എഴുന്നേൽക്കാതെ പോയാൽ. അതുപോലെ തന്നെ 5 മണിക്കൊക്കെ കളി ഇങ്ങനെ ടൈറ്റായി നിൽക്കുന്ന സമയമാണ്. ഒരു 10 മിനിറ്റ് പോയി നിസ്കരിച്ചാൽ ചില സീനുകൾ മിസ്സാവുമെന്ന് കരുതിയിട്ട് അവിടെ നിൽക്കും. നിഷിദ്ധമാണ്, ഹറാമാണ്. ചില അനുവദനീയമായ കാര്യങ്ങൾ, നമ്മളെ നിർബന്ധ ബാധ്യതകൾ തടയുന്നതോ അതിൽ നിന്ന് നമ്മൾ അകറ്റി നിൽക്കുകയോ ചെയ്താൽ ഹലാലായ കാര്യം എന്ത് ചെയ്യും? ഹറാമായി മാറും. അപ്പം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പ്രവാചകന്മാരോടും അള്ളാഹു പറഞ്ഞിട്ടുള്ളത് വഅ്മുർ അഹ്ലക ബിസ്സലാ. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ ഇത് പറയുന്നുണ്ട്. നീ മാത്രം നന്നായ പോലെ കുടുംബവും നന്നാവണം. കുടുംബത്തോട് നമസ്കാരത്തെക്കുറിച്ച് പറയണം. കാരണം നമസ്കാരം ഖുർറത്തഅയ്യുൻ, കൺകുളിർമയാണെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ സ്ട്രെസ് കുറയും, ഭാരം കുറയും, ലഘുവാകും. മനുഷ്യനിങ്ങനെ ഭാരം കുറയുന്നത് പോലെ അനുഭവപ്പെടും. അതാണ് നമസ്കാരം എന്ന് പറയും. അങ്ങനെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. നമസ്കാരം മനസ്സമാധാനം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന നിസ്കാരം മാത്രമല്ല, അള്ളാഹു കൽപ്പിച്ച ഒരുപാട് ആരാധനകൾ മനുഷ്യനെന്ത് ചെയ്യും? സമാധാനം നൽകും. അതുപോലെ തന്നെ ഇഹ്സാൻ ചെയ്യുക. അഹ്സിനു എന്ന് പറഞ്ഞാൽ സ്വന്തത്തിന് ചെയ്യണ നന്മ മാത്രമല്ല, മറ്റുള്ളവർക്കും നന്മ ചെയ്യാം. ഒരു മനുഷ്യന് സമാധാനം ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം വേറെ ഒരാൾക്കൊരു ഉപകാരം ചെയ്യലാണ്. ആക്സിഡന്റിൽ ഒരു വണ്ടി ഇങ്ങനെ വരുന്ന സമയത്ത് ആ മനുഷ്യനത് കണ്ടിട്ടില്ല, അയാൾ ഇടിച്ച് തെറിപ്പിക്കുന്നു തോന്നുമ്പോൾ അയാളെ കൈ പിടിച്ച് വലിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാലം അത് സമാധാനം നൽകുന്ന പ്രവൃത്തിയാണ്.
ഒരാൾ ഒരു അപകടത്തിൽപ്പെടുമ്പോൾ അയാൾ വാരി പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അയാളെ ജീവൻ രക്ഷിച്ചാൽ നിങ്ങൾക്ക് അനേകം പണം സമ്പാദിക്കുന്നതിനേക്കാൾ സമാധാനം ആ പ്രവൃത്തി ഉണ്ടാവും. ഇല്ലേ? സമാധാനം ഉണ്ടാവും. ഒരു ആംബുലൻസ് നിങ്ങളുടെ മുന്നിലൂടെ പോകുമ്പോൾ ഒന്നെങ്കിൽ എന്തായിരിക്കും, ആ ആംബുലൻസ് രോഗിയായ, വളരെ സീരിയസ് ആയ രോഗിയാണ്. ഏത് മനുഷ്യനാവട്ടെ, നിങ്ങൾക്ക് മനസ്സിൽ പ്രാർത്ഥിക്കും, ഒരു നഷ്ടമില്ലല്ലോ. പടച്ചോനെ, ആ ആംബുലൻസ് കിടക്കുന്ന ആളുടെ രോഗം ശിഫയാക്കി കൊടുക്കണേ, ആഫിയത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് പോകാം, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അയാൾ രക്ഷപ്പെട്ടാൽ പരോപകാരം മനുഷ്യനെന്ത് ചെയ്യും? സമാധാനം നൽകും. നമ്മൾ നന്മ സമ്പാദിക്കുക, നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നല്ല, വേറെ ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, നല്ല കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത്? റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മക്കളിലും ഇണകളിലും തുണകളിലും കൺകുളിർമുണ്ടാവണം. മകനെ കാണുമ്പോൾ വാപ്പാന്റെ മുഖത്തൊരു പ്രയാസം ഉണ്ടാവരുത്, സന്തോഷമുണ്ടാവണം ഹൃദയത്തിൽ. എന്നിട്ട് പറയണം വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എല്ലാ നല്ല കാര്യങ്ങളിലും ഞങ്ങൾ എന്ത് ചെയ്യണം? നിസ്കാരത്തിന് ഇമാം വെക്കണ മാത്രമല്ല, അത് നാട്ടിൽ നടക്കണ ഏത് നന്മയിലും മക്കൾ സജീവായാൽ വാപ്പാക്കും ഉമ്മാക്കും എന്തുണ്ടാവും? കൺകുളിർമുണ്ടാവും. ലാഭനഷ്ടങ്ങൾ നോക്കാതെ ഒരു മനുഷ്യനെ റോട്ടിൽ നിന്ന് താങ്ങി പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആള് നിങ്ങളുടെ മകനാണെങ്കിൽ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പരോപകാരം മനുഷ്യന് സമാധാനം നൽകും. ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. നീ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യൂ, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ ചെയ്യും. അപ്പൊ പരോപകാരം, റഹ്മത്ത്, കാരുണ്യം ചെയ്യും. നിങ്ങളുടെ മുന്നിൽ ഒരു അനാഥ കുട്ടി വന്നാൽ നിങ്ങൾ ആ കുട്ടിയുടെ തലയിൽ തടവി വാത്സല്യം പ്രകടിപ്പിക്കൂ. നല്ല പുണ്യമുള്ള പ്രവൃത്തിയാണ് ഒരു അനാഥ കുട്ടിയെ ചേർത്ത് പിടിക്കുക. അനാഥ കുട്ടി സ്വന്തം മക്കളെ പോലെയാണ്. നിങ്ങളുടെ വീട്ടിലെ കുട്ടി ഭക്ഷണം ഇറക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് അനാഥ കുട്ടിയും ഭക്ഷണം ഇറക്കിയിരിക്കണം. അത് ഫർള, നിർബന്ധമാണ്. അതുകൊണ്ടാണ് അനാഥ കുട്ടി എന്നുള്ള സക്കാത്തിന്റെ ഇനത്തിൽപ്പെടാത്തതിന്റെ കാരണം അതാണ്. മക്കൾക്ക് സക്കാത്തില്ലല്ലോ, ബാപ്പാക്കും ഉമ്മാക്കും സക്കാത്തുണ്ടോ? ഇല്ല. കാരണം നിങ്ങൾ നോക്കേണ്ട ആളാണ് ആര്? യതീം. നിങ്ങൾ സക്കാത്തിന്റെ അവകാശിയാണോ എന്ന്, സക്കാത്ത് കൊടുക്കാൻ ഉള്ള സാമ്പത്തിക ശേഷി ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും പ്രയാസം, അതവിടെ പ്രശ്നമേ അല്ല. അനാഥ കുട്ടികൾ അടുത്തുണ്ടെങ്കിൽ അവന് ഭക്ഷണം കൊടുത്തിരിക്കണം, സ്വന്തം കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ. അപ്പൊ ഇതെന്താണ്? പരോപകാരം എന്ന് പറയുന്നത് മനുഷ്യന് സമാധാനം നൽകുന്ന പ്രവൃത്തിയാണ്. ഇഹ്സാൻ ചെയ്യുക എന്ന് പറയുന്നു. മറ്റൊന്ന് ഇബാദ് അംറാദിൽ ഖുലൂബ്, ഹൃദയത്തിന്റെ അസുഖങ്ങളെ മാറ്റുക. അത് നമുക്കൊരു ലാബിൽ ടെസ്റ്റ് ചെയ്ത് കണ്ടെത്താൻ പറ്റുന്ന സാധനമല്ല. ബ്ലഡ് കൊണ്ടേ കൊടുത്താൽ കൊളസ്ട്രോൾ, ഷുഗർ, സോഡിയം ഇതിൻ്റെ ലെവലൊക്കെ മനസ്സിലാവും. പക്ഷെ അസൂയൻ്റെ ലെവൽ മനസ്സിലാവില്ല. ഇല്ല, കുനിഷ്ട്, കുശുമ്പ് ഇതൊന്നും മനസ്സിലാവില്ല. അത് ബ്ലഡിലില്ല, ബ്ലഡിലുള്ള കാര്യം. ഇന്ന ശൈത്താൻ യജ്രി മജറദ്ദം. ബ്ലഡ് എവിടേക്കൊക്കെ പോകുന്നോ ആ സ്ഥലത്തിലൂടെ എല്ലാം പിശാജ് സർക്കുലേറ്റ് ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാജ് ബ്ലഡിൻ്റെ കൂടെ ഉണ്ട്, പക്ഷെ അത് ലാബിൽ കിട്ടൂല. അത് അംറാദുൽ ഖുലൂബാണ്. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ. ഹൃദയത്തിൻ്റെ അസുഖമാണ്. അത് മാറ്റണമെങ്കിൽ നമ്മൾ തന്നെയാണ് വിചാരിക്കണം. ഒരു പ്രഭാഷകനോ ഒരു ഖതീബിനോ ഒരു മുസ്ലിയാർക്കൊന്നും ഒരാളുടെ ഹൃദയത്തിൽ അസുഖം ചെയ്യാൻ പറ്റില്ല. സഹായിക്കാൻ പറ്റും, മാറ്റാൻ പറ്റും. നമ്മൾ തന്നെ വിചാരിക്കും. കാരണം എല്ലാവരുടെ ഹൃദയത്തിലും വേറെ വേറെ അസുഖങ്ങളാണ്. അസൂയ, വിദ്വേഷം, കുനിഷ്ട്, കുശുമ്പ്, കപടവിശ്വാസം, നിഫാക്ക്, ഇതൊക്കെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടുന്ന. ഇത് ഹൃദയത്തിലുള്ള കാലത്തോളം നിങ്ങൾ എത്ര പണം സമ്പാദിച്ചിട്ടും അസൂയങ്ങളെ ഹൃദയത്തിലുണ്ടോ, സമാധാനം ഉണ്ടാവില്ല. നല്ലൊരു മുതലാളിയാണ്, പക്ഷെ അപ്പുറത്തെ മുതലാളിനോടൊക്കെ അസൂയാണ്, ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. അസൂയങ്ങളുടെ നന്മ മാത്രമല്ല, സ്വസ്ഥതയും തിന്നു തീർക്കും. വേറൊരാളുടെ എനിക്ക് അസൂയ ഉണ്ടെങ്കിൽ എൻ്റെ നന്മ തിന്നു തീർക്കും, എൻ്റെ സമാധാനം എന്ത് ചെയ്യും? അപ്പൊ ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ എന്താണ് എനിക്കുള്ളത്? കാരണം ഓരോ മനുഷ്യനും ഇൻഡിവിജ്വൽ, പേഴ്സണൽ. എല്ലാവർക്കും അസൂയൊന്നും ഉണ്ടാവില്ല. ചില ആൾക്ക് കോപായിരിക്കും, ദേഷ്യമായിരിക്കും, ചില ആൾക്ക് പകയായിരിക്കും, ചില ആൾക്കാർക്ക് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന അസുഖമായിരിക്കും. ഇങ്ങനെ പല സംഭവമായിരിക്കും. എന്താണ് എൻ്റെ കൽബിലെ അസുഖം എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്നെ ട്രീറ്റ് ചെയ്യണം. ഒരു ഡോക്ടർക്കും അത് മാറ്റാൻ കഴിയില്ല. അത് മാറ്റിയാൽ മാത്രമാണ് ഹൃദയത്തിന് സ്വസ്ഥത ഉണ്ടാവുള്ളൂ.
സമാധാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ ജാഗ്രതയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉപദേശിച്ചത്. ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ വ്യാപൃതരാവരുത്. അടുത്തതാണ്, നമുക്കൊരു ഉപകാരമില്ല, ദുന്യാവിൽ ആഖിറത്തിൽ ഉപകാരമില്ലാത്ത കാര്യങ്ങൾ. ചിലത് ദുന്യാവിൽ ഉപകാരമുള്ളതായിരിക്കും, ചിലത് രണ്ടോടത്ത് ഉപകാരമുള്ളതായിരിക്കും, ചിലത് ആഖിറത്തിൽ പ്രത്യേകം ഉപകാരം. ഇങ്ങനെ ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ വ്യാപൃതരാവാതിരിക്കുക. അത് നമുക്ക് മനസ്സിലാവും. ഒരു ഉപകാരമില്ല എന്നൊരു കാര്യത്തോട് അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഉപകാരമില്ലാത്ത കാര്യത്തിൽ നമ്മുടെ സമയം, സമ്പത്ത് ഇതൊന്നും ചെലവഴിക്കില്ല. അത് നമുക്ക് അസ്വസ്ഥതകൾ സമ്മാനിക്കും. കാരണം നമുക്ക് കുറേ കഴിയുമ്പോൾ മനസ്സിലാവും അതൊരു ഉപകാരമില്ലല്ലോ, ഇല്ലാന്ന് തുടങ്ങി അപ്പം തന്നെ എന്ത് ചെയ്യണം? സ്കിപ്പ് ചെയ്യും. മറ്റൊന്ന് നമുക്കറിയാം, പ്രാർത്ഥിക്കുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി. അല്ലാഹുവേ, ഹൃദയം എന്ന് പറയുന്നത്, ഖൽബ് എന്ന് പറയുന്നത് കാറ്റത്ത് കെട്ടിയിട്ട തൂവല് പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇങ്ങനെ മാറി മറയും. ഒന്നാമത്തെ സഫിലും രണ്ടാമത്തെ സഫിലൊക്കെ ഇരിക്കുമ്പോഴുള്ള ഈമാൻ വൈകി വരുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. അയാൾ കഴിഞ്ഞ ജുമാക്ക് ഒന്നാമത്തെ സഫിലായിരിക്കും. അങ്ങനെ മാറി മാറി വരും, മാറി മാറി വരും. ചില ആളുകൾ നന്മയിൽ മുൻപന്തി ഉണ്ടാവും, ചില ദിവസം ബാക്കിലായിരിക്കും. ഇങ്ങനെ പല സന്ദർഭത്തിൽ ഈ തൂവൽ ആടുന്നത് പോലെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കൂ എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രാർത്ഥനയാണ്. നബി എല്ലാ ദിവസവും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി. എൻ്റെ ഹൃദയത്തെ നീ നിന്റെ അനുസരണത്തിലും നിന്റെ ദീനിലും അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. വേറൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക നഫ്സൻ മുത്മഇന്ന. അല്ലാഹു എനിക്ക് സമാധാനമുള്ള മനസ്സ് നൽകണേ എന്ന് ആര് പ്രാർത്ഥിക്കും? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് സമാധാനം ഉണ്ടായത്. ഇതൊന്നും ചെയ്യാതെ സമാധാനം ഉണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞത്, സമാധാനത്തിന് എന്തില്ല? കുറുക്കുവഴികളില്ല. അപ്പൊ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടത്. നമുക്കൊരു അസ്വസ്ഥത വന്നാൽ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ എന്തോ ഒരു ഭൂകമ്പം, അല്പം ഭൂമി ഇങ്ങനെ കുലുങ്ങി, ആളുകളൊക്കെ പരിഭ്രാന്തരായി. ഉമർ റളിയല്ലാഹു അൻഹും പരിഭ്രാന്തരായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി കുലുങ്ങിയാൽ ഞാൻ മദീനയിൽ നിൽക്കൂല. കാരണം എന്താണ്? ഭൂമി ഇങ്ങനെ അടുപ്പിച്ച് കുലുങ്ങുക എന്ന് പറഞ്ഞാൽ പടച്ചോന് ഇഷ്ടമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇല്ല എന്നാണ് അർത്ഥം. അപ്പൊ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മർസുഖ്നി ഷഹാദ ഫീ ബലദി നബീക്. അല്ലാഹുവേ, എനിക്ക് നീ രക്തസാക്ഷിത്വം നൽകണം നിന്റെ നബിയുടെ നാട്ടിൽ മദീനയിൽ എന്ന് പ്രാർത്ഥിക്കാൻ. അത് ആ പ്രാർത്ഥന സമാധാന സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അല്ലാഹുവേ, രക്തസാക്ഷിത്വം നൽകും. ഉമർ റളിയല്ലാഹു അൻഹു പറയും, കാരണം മദീനയിൽ എന്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പിന്നെ എങ്ങനെ രക്തസാക്ഷിത്വം ഉണ്ടാവുക? പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന എന്ത് കേട്ടു? അതിൻ്റെ ഭാഗമാണ് രക്തസാക്ഷിത്വം. മിഹ്റാബിൽ, മദീനയുടെ കരളിൻ്റെ കഷ്ണമാണ് മസ്ജിദുൻ നബവി. മസ്ജിദുൻ നബവിയുടെ മിഹ്റാബിലാണ് ഉമർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി. അതുകൊണ്ടാണ് അപ്പോൾ ഇത് പ്രാർത്ഥന എന്ന് പറയുന്നത്, അള്ളാഹുവിനോടൊരു കാര്യം നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ, പ്രാർത്ഥന രണ്ട് വിധമുണ്ട്. അപേക്ഷ നമ്മൾ വില്ലേജ് ഓഫീസിൽ കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ റിക്വസ്റ്റ് കൊടുത്താൽ മതി, അതിനൊരു ഫോം ഉണ്ടാവും. ആ ഫോമുള്ള പ്രാർത്ഥനയാണ് നിസ്കാരം, നോമ്പൊക്കെ. അത് ആ കോലത്തിൽ ചെയ്താലേ സ്വീകരിക്കുള്ളൂ. മറ്റൊന്നൊരു ഫോമും ഇല്ല, ഒരു കണ്ടീഷനും ബാധകമില്ലാത്ത പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്ന ഈ പ്രാർത്ഥനകളെല്ലാം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ തഅതിക്. അല്ലാഹുവേ, നിന്റെ അനുസരണത്തിലും നിന്റെ ദീനിലും എൻ്റെ ഹൃദയത്തെ അടിയുറപ്പിച്ച് നിർത്തണേ എന്ന പ്രാർത്ഥന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞ പ്രാർത്ഥനയാണ് നമ്മളും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഹൃദയത്തെ സമാധാനമുള്ള അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകിയ അനുഗ്രഹമായി എടുത്തു പറഞ്ഞ എന്താണ്? അലം നശ്റഹ് ലക സദർ. നിനക്ക് സ്വസ്ഥതയും സമാധാനവും നൽകി എന്ന് പറയുന്നത് നാം നൽകിയതാണ്. മൂസ അലൈഹിസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചെന്താണ്? റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖ്ഷ്ദുദ് ബിഹി അസ്രി. റബ്ബി ഇശ്റഹ് ലി സദ്രി. നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടതും അള്ളാഹ് നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഭക്ഷണവും വെള്ളവും വായുവുമല്ല, സമാധാനമാണ്. സമാധാനം ഇല്ലാത്തവർക്ക് ഭക്ഷണം കിട്ടിയിട്ടും കാര്യമില്ല, വെള്ളം കിട്ടിയിട്ടും കാര്യമില്ല, താഴേക്ക് ഇറങ്ങൂല.
അതുകൊണ്ട് സമാധാനം അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സമാധാനത്തിന് എന്തൊക്കെ വേണമെന്ന് അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിലുള്ള സാധനമാണ്, വേറെ ഒടുക്കുന്നത് തേടിപ്പോവേണ്ട ആവശ്യമില്ല. അത് ഉപയോഗിച്ച് സമാധാനം നേടാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക. പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.